Hi, here we are going to discuss an important topic in the psychology under the category of exceptional children, that is nothing but the creative child. So, ക്രിയേറ്റീവ് ചൈൽഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റീവ് ചൈൽഡ് എന്താണെന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് ക്രിയേറ്റിവിറ്റിയെ പറ്റിയാണ് ആദ്യം പറയേണ്ടത്. ക്രിയേറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനോടകം നേടിയെടുത്ത ആർജിച്ചെടുത്ത ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു അറിവോ അത് നമ്മൾ പുതിയൊരു ആശയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമുക്ക് ഇതുവരെ നമ്മൾ നേടിയെടുത്ത ഒരു അറിവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പുനഃക്രമീകരിച്ചോ പുനരൂപപ്പെടുത്തിയോ നമ്മൾ ഒരു പുതിയ ആശയത്തിലേക്ക് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുന്നു, ഒരു വസ്തു കണ്ടുപിടിക്കുന്നു എന്നതിനെ നമുക്ക് എന്ത് പറയാം, ഒരു ക്രിയേറ്റിവിറ്റി ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു ക്വാളിറ്റി, ഇതൊരു ക്രിയേറ്റിവിറ്റി പറയുന്ന ഒരു ക്വാളിറ്റി ആണ്, ഒരു ട്രൈറ്റ് ആണ്. അത് ഏതൊരു കുട്ടിയിലുണ്ടോ ആ കുട്ടിയെ നമുക്ക് എന്ത് പറയാം, ഒരു ക്രിയേറ്റീവ് ചൈൽഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി ഒരു ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് വെറുതെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു കുട്ടി ക്രിയേറ്റീവ് ചൈൽഡ് ആണെന്ന്. ആ കുട്ടിക്ക് എന്തുണ്ടാവണം, കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവണം. അതാണ് ഇനി പറയാൻ പോകുന്നത്. എ ക്രിയേറ്റീവ് ചൈൽഡ് ഈസ് ക്യൂരിയസ്, റിസോഴ്സ്ഫുൾ, ഫ്ലെക്സിബിൾ, ഓപ്പൺ മൈൻഡഡ്, സെൻസിറ്റീവ് ടു പ്രോബ്ലംസ് ആൻഡ് ഷോസ് ഒറിജിനാലിറ്റി ഇൻ ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്രിയേറ്റീവ് ചൈൽഡ് ആവണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് എന്തായാലും ആ കുട്ടി എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം. അപ്പൊ അതിൽ പറയുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ് ആ കുട്ടി ക്യൂരിയോസിറ്റി. അത് വളരെ പ്രധാനമാണ്. ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു കാര്യത്തെയും അതിനെപ്പറ്റി അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അതേപോലെ റിസോഴ്സ്ഫുൾ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, ഓപ്പൺ മൈൻഡഡ് ആണ്, സെൻസിറ്റീവ് ടു പ്രോബ്ലം ആൻഡ് ഷോസ് ഒറിജിനാലിറ്റി ഇൻ ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ. ആ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയണ്ട, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ യുണീക് പേഴ്സണൽ വേ ഓഫ് തിങ്കിങ് ആൻഡ് എക്സ്പ്രസിങ് ആയിരിക്കും. അത് ഐഡിയാസിലായാലും എക്സ്പ്രഷൻസിലായാലും. ഐഡിയാസിലാണ് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും. അതായത് ഒരു ക്രിയേറ്റീവ് തോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ സൊല്യൂഷൻ ആയിരിക്കും. അത് ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വഴിയിലേക്കൂടെ, ഒരു ഐഡിയയിലേക്കൂടെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, അവർക്ക് അവരുടേതായ വേ ഓഫ് എന്താ പറയുക സ്റ്റൈൽ ഉണ്ടാവും. ഈസ് ഓർ ഹെർ ഓൺ എക്സ്പ്രഷൻ, സ്റ്റൈൽ ഇൻ എക്സ്പ്രഷൻ ഫോർ their ideas, expressing their ideas. ഓക്കെ, അവർ മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യില്ല, നോട്ട് ഇമിറ്റേറ്റിംഗ് അതേഴ്സ്. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറഞ്ഞു, ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിരിക്കും. ഒരു ഒതന്റിസിറ്റി അവരെപ്പോഴും കീപ്പ് ചെയ്യും. സോ ക്രിയേറ്റിവിറ്റി ഹാസ് സോ മെനി ഡെഫിനിഷൻസ്. കുറച്ച് അമേരിക്കൻ സൈക്കോളജിസ്റ്റുകൾ കൊടുത്ത ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. 1950 ജെ.പി. ഗിൽഫോർഡ് കൊടുത്ത ഡെഫിനിഷൻ എന്തായാലും ക്രിയേറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഐഡിയാസ് ദാറ്റ് ആർ ബോത്ത് നോവൽ ആൻഡ് യൂസ്ഫുൾ എന്നാ പറഞ്ഞത്. അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പുതിയ ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ആണ്. ആ ഐഡിയാസ് എങ്ങനെയായിരിക്കണം, ദാറ്റ് ആർ നോവൽ ആൻഡ് യൂസ്ഫുൾ ആയിരിക്കണം. നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ന്യൂ ഓർ ഡിഫറെന്റ് ഐഡിയ ദാറ്റ് ഹാസ് ബീൻ ഡൺ ബിഫോർ. ഓക്കെ, ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഐഡിയ ആയിരിക്കും. അത് ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവില്ല. അടുത്ത ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് കൊടുത്തിട്ടുണ്ട് 1996 അമബിലെ. ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ മാനിഫെസ്റ്റ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ് സച്ച് ആസ് ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി ഒരുപാട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ക്രിയേറ്റീവ് തിങ്കിങ്ങിലാവട്ടെ, ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗിലാവട്ടെ, ക്രിയേറ്റീവ് എക്സ്പ്രഷനിലാവട്ടെ. ഇനി അടുത്തൊരു അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് പിന്നെ ഷിക്ഷൻ മിലായ് 1999 കൊടുത്ത ഒരു ഡെഫിനിഷൻ ആണ് ക്രിയേറ്റിവിറ്റി ഈസ് ഓൾസോ സീൻ ആസ് എ പ്രോസസ് ഓഫ് കമ്പൈനിങ് എക്സിസ്റ്റിംഗ് ഐഡിയാസ് ഇൻ ടു സംതിങ് ന്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഉള്ള കുറച്ച് ഐഡിയാസ് അത് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു ഐഡിയയിലേക്ക് എത്തുന്ന പരിപാടിയാണ്. ആ ഒരു പ്രോസസ്സാണ് ക്രിയേറ്റിവിറ്റി എന്നാണ് പറഞ്ഞത്. ഇനി 2012 റുൻകോ ആൻഡ് ജാഗർ കൊടുത്ത ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി ഈസ് ഓഫൺ ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് നോവൽ ഐഡിയാസ് ഓർ സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നോവൽ ഐഡിയാസ്, പുതിയൊരു ഐഡിയാസ് അല്ലെ, സംതിങ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഓക്കെ, പുതിയൊരു ഐഡിയാസ് അല്ലെങ്കിൽ പുതിയൊരു സൊല്യൂഷൻസ്, ഓക്കെ, പ്രോബ്ലംസിന് നമ്മൾ അങ്ങനെ കണ്ടെത്തുന്ന പിന്നെ പരിപാടിയാണ്, ആ ഒരു പ്രോസസ്സാണ് ശരിക്കും ക്രിയേറ്റിവിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, അതിൽ കുറച്ച് ഡെഫിനിഷൻസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചൈൽഡ് ക്രിയേറ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ ആ ചൈൽഡ് ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോ ആ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ആദ്യത്തത് ദ ചൈൽഡ് ഡെമോൺസ്ട്രേറ്റ് ഒറിജിനാലിറ്റി ഇൻ ഐഡിയാസ് ആൻഡ് ആക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഒറിജിനാലിറ്റി ഇൻ ഐഡിയാസ് ആൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ഫ്രഷ് ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള എന്താ പറയേണ്ടത് ഐഡിയാസ് ആയിരിക്കും അവര് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അത് ആക്ഷനിലായാലും ആ ഒരു ഒറിജിനാലിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അടുത്തതെന്ന് പറയുന്നത് ഹി ഡെവലപ്സ് ഇൻറ്റ്യൂഷൻസ് ഇൻ ഹിസ് പ്രോബ്ലം.
ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നർ സെൻസ് എന്നാണ് അർത്ഥം. നാച്ചുറൽ അണ്ടർസ്റ്റാൻഡിങ് വിത്തൗട്ട് റീസണിങ് നമുക്ക് അതിനെപ്പറ്റി പറയാം. ഇപ്പം ഒരു ടീച്ചർ ഒരു സ്റ്റുഡന്റ് അപ്സെറ്റ് ആയിരിക്കുന്നു ക്ലാസ്സിൽ, കുറച്ച് ഡൾ ആയിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ ടീച്ചർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് കുട്ടിയോട് ചോദിച്ചാൽ കുട്ടി അപ്സെറ്റ് അല്ല, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ശരിക്കും ടീച്ചർക്ക് എന്ത് മനസ്സിലാവും? ആ കുട്ടി അപ്സെറ്റ് ആണെന്ന് മനസ്സിലാവും. അത് വിത്ത് ഹെൽപ്പ് ഓഫ് ഇന്നർ സെൻസ് ആണ്. അതിന് എന്ത് ആവശ്യമില്ല? ലോജിക്കൽ റീസണിങ് ആവശ്യമില്ല, തിങ്കിങ് ആവശ്യമില്ല. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പൊസസ് എ ഹൈ നീനസ്, അറ്റന്റീവ്നെസ് ആൻഡ് പവർ ഓഫ് കോൺസെൻട്രേഷൻ. നീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഇൻട്രസ്റ്റ് ഇൻ സംതിങ് എന്നാണ്, അല്ലെങ്കിൽ ഈഗർനെസ് എന്ന് പറയാം. ഓക്കെ, ഒരു വല്ലാത്ത താല്പര്യം, ഒരു കാര്യത്തിൽ വല്ലാത്തൊരു താല്പര്യം. അറ്റന്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു അറ്റൻഷൻ എപ്പോഴും അതിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റൻഷൻ അവിടെ ഉണ്ടാവും, ഈ ക്രിയേറ്റീവ് ചൈൽഡിൽ ഉണ്ടാവും. അതുപോലെ പവർ ഓഫ് കോൺസെൻട്രേഷൻ, ഒരു കോൺസെൻട്രേഷൻ പവർ എന്ന് പറയുന്നത് നോർമലി ഉള്ള ചൈൽഡിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഈ ഒരു ക്രിയേറ്റീവ് ചൈൽഡിൽ കൂടുതലായിരിക്കും. അടുത്തൊരു പോയിന്റ് ഈസ് വെരി ക്യൂരിയസ് അബൌട്ട് ബൈ നേച്ചർ ആൻഡ് പോസസ് ഫോർസൈറ്റഡ്നെസ് ഇൻ അബൻഡൻസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാവും. അവരൊരു എന്താ പറയേണ്ടത്, മൊത്തത്തിൽ ആ ഒരു ചൈൽഡിന്റെ നേച്ചറിൽ ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാവും. അതുപോലെ പൊസസ് ഫോർസൈറ്റഡ്നെസ് ഇൻ അബൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർസൈറ്റഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതൊരു എബിലിറ്റിയാണ്, എബിലിറ്റി ടു തിങ്ക് ഓർ പ്ലാൻ ഫ്യൂച്ചർ വൈസ്ലി. അതായത് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്ലാനിങ് എബിലിറ്റിനെയാണ് നമുക്കത് പറയാൻ വേണ്ടി പറ്റുക. ഫോർസൈറ്റഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ അബൌട്ട് ഫ്യൂച്ചർ. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ പൊസസ് എ ഹൈ ഡിഗ്രി ഓഫ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് പ്രോബ്ലം. അത് നമുക്ക് മനസ്സിലാവും. അതായത് പ്രോബ്ലങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു എന്താ പറയണ്ടത്, അതിനെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനോട് അപ്രോച്ച് ചെയ്യുന്ന ആ കുട്ടിയുടെ ആ പ്രോബ്ലത്തിനോട് അപ്രോച്ച് ചെയ്യുന്ന സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അടുത്തൊരു പോയിന്റ്, ഹി ഡെമോൺസ്ട്രേറ്റ്സ് വെരി റിച്ച് ക്രിയേറ്റീവ് ഇമാജിനേഷൻ. നമുക്ക് മനസ്സിലാവും എന്താ പറയേണ്ടത്, നോർമലി ഉള്ള ചൈൽഡിന് കമ്പയർ ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് ഇമാജിനേഷൻ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് ഇമാജിനേഷൻ ചെയ്യും. നോർമലി നമ്മൾ എല്ലാ ആൾക്കാരും അങ്ങനെ ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഒരു ക്രിയേറ്റീവ് ചൈൽഡിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ഇമാജിനേഷനിലേക്ക് കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെയാണ് ചൈൽഡ് ഇസ് ഡൈവേർജന്റ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് ഇൻ തിങ്കിങ്. അതായത് പിന്നെ നോർമലി ചിന്തിക്കുന്ന പോലെ അല്ല, കുറച്ചും കൂടി എന്താ പറയണ്ട, ഒരു ബൗണ്ടറി ഉണ്ടാവില്ല, ഒരു ലിമിറ്റ് ഉണ്ടാവില്ല തിങ്കിങ്ങിന്. അവർ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡൈവേഴ്സിഫൈഡ്, ഡിഫറെന്റ് ഡയറക്ഷനിൽ അവർക്ക് തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു റീസണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ പറയുന്ന ഒരു പോയിന്റ്, ഹി ഡെമോൺസ്ട്രേറ്റ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫർ ലേണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് എന്ന് അതിന് പറയാം. അതായത് ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു അറിവ് നമ്മൾ നേടി, ആ അറിവ് എന്ത് ചെയ്യുന്നു, മറ്റൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. അതാണ് ആ ഒരു പഠനം നമ്മൾ എന്ത് പറയുന്നത്, പൂർത്തീകരിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഒരു അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ചെയ്ത് അത് അപ്ലൈ ചെയ്യണം ലൈഫിൽ. നമ്മൾ എന്ത് ചെയ്യണം, അത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അത് നമ്മൾ ലേൺ ചെയ്തു എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അത് ക്രിയേറ്റീവ് ചൈൽഡിൽ എന്തുണ്ട്, ആ ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ ഫാക്ടേഴ്സുകളാണ് ഒരു ക്രിയേറ്റിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് കോമൺ ആയി അറിയപ്പെടുന്ന കുറച്ച് ഫാക്ടേഴ്സുകളില്ലേ. ഫാമിലി, ഒരു കുട്ടി വളരുന്ന ആദ്യം തന്നെ ഫാമിലി എൻവയോൺമെന്റ് ആണ്. പിന്നെ നമുക്ക് പറയാം അവർ പിന്നെ പഠിക്കുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റം, പിന്നെ സോഷ്യൽ ആസ്പെക്ട്സ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്. നമുക്ക് ഓരോന്നിലൂടെ കടന്നു പോകാം. അതിൽ ആദ്യം തന്നെ പറയുന്നത് ഫാമിലി എൻവയോൺമെന്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിൽ കൊടുത്ത പോയിന്റ് നോക്കാം. സപ്പോർട്ടീവ് പാരന്റ്സ് എൻകറേജ് ക്യൂരിയോസിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. ഫ്രീഡം ടു എക്സ്പ്ലോർ ഐഡിയാസ് ആൻഡ് മേക്ക് മിസ്റ്റേക്സ് പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് അപ്രീസിയേഷൻ ബിൽഡ് കോൺഫിഡൻസ് ഇൻ ക്രിയേറ്റീവ് എഫേർട്സ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. സപ്പോർട്ടീവ് പാരന്റ്സ്, അതായത് ആ കുട്ടിയെ നമ്മൾ എന്താ പറയേണ്ടത്, ചെറിയ പ്രായത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. അതായത് നമ്മൾ എന്താ പറയുക, ഒരു കാര്യം കുട്ടി നമ്മളോട് ചോദിക്കുമ്പോൾ കൂടുതൽ ക്യൂരിയോസിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ക്യൂരിയോസിറ്റിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മളോട്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അത് ഡിസ്കറേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എന്താ പറയേണ്ടത്, ഒരു സെൽഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ക്രിയേറ്റിവിറ്റി ഡിഗ്രേഡ് ചെയ്യുക. പകരം നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ ക്യൂരിയോസിറ്റിയും സെൽഫ് എക്സ്പ്രഷനിലൂടെ നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഗ്രാജുവലി നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് കൂട്ടി വരാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫ്രീഡം ടു എക്സ്പ്ലോർ ഐഡിയാസ് ആൻഡ് മേക്ക് മിസ്റ്റേക്ക് പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി പറയുന്നത്. അതായത് ആ ഒരു ഫ്രീഡം കൊടുക്കുക, പിന്നെ ഒരു ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ തെറ്റുകളിലൂടെയാണല്ലോ നമ്മൾ പിന്നെ എന്ത് പഠിക്കുക, ക്രിയേറ്റിവിറ്റിയിലേക്ക് നമ്മൾ എത്തുക. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് പറയുമ്പോഴാണ് റോബിൻസൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഓർമ്മ വരുന്നത്. ഇഫ് യു ആർ നോട്ട് പ്രിപ്പയർഡ് ടു ബി റോങ്, യു വിൽ നെവർ കം അപ്പ് വിത്ത്
എനിത്തിങ് ഒറിജിനൽ എന്നാണ് പറഞ്ഞത്. അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ബി ക്രിയേറ്റീവ് ആവണമെങ്കിൽ യു മസ്റ്റ് ബി വില്ലിംഗ് ടു ടേക്ക് മിസ്റ്റേക്സ് അല്ലെങ്കിൽ മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ക്രിയേറ്റീവ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പറയുന്നുണ്ട്, അപ്രീസിയേഷൻ. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ അപ്രീസിയേഷൻ ഒക്കെ നൽകി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു നമുക്ക് ക്രിയേറ്റിവിറ്റി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അടുത്തൊരു ഫാക്ടറി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ടീച്ചേഴ്സിന്റെ റോളാണ് നമുക്ക് പറയാനുള്ളത്. ടീച്ചേഴ്സിന്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ ഇൻസ്പയർ ചെയ്യുന്നത് പറയാം. അതായത് ക്രിയേറ്റീവ് ചൈൽഡിന് എപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ നിരന്തരമായിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചേഴ്സിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചർ ആ ചോദ്യത്തിൽ നിന്ന് വഴങ്ങുന്നില്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ ഡിഗ്രേഡ് ചെയ്യുക ചെയ്യുന്നത്, അവർക്ക് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി അവരുടെ ആ ഒരു ക്വസ്റ്റ്യനിങ്ങിനെയും അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും ഒക്കെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യണം, ടീച്ചറുടെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഒരു ക്ലാസ് റൂമിന്റെ കാര്യം പറയാം. ക്ലാസ് റൂം എപ്പോഴും എന്താ ഒരു ആക്റ്റീവ് ക്ലാസ് റൂം ആയിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ക്വസ്റ്റ്യനിങ്ങിനും ഒരു എക്സ്പെരിമെന്റേഷനും ഒക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത കരിക്കുലമാണ്. നമ്മുടെ പാഠ്യപദ്ധതി അങ്ങനെ തന്നെ ആയിരിക്കണം. ആ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിനും ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കണം കുറച്ചും കൂടി പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കണം ആ ഒരു കരിക്കുലം. അങ്ങനെയാണെങ്കിൽ ക്രിയേറ്റിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഫാക്ടറാണ് സോഷ്യോ കൾച്ചറൽ ഇൻഫ്ലുവൻസസ്. സോഷ്യോ കൾച്ചറൽ ഇൻഫ്ലുവൻസസ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ എഫക്ട് ചെയ്യുന്നുണ്ട് ഒരു ക്രിയേറ്റീവ് ചൈൽഡിന്. അതായത് നമ്മുടെ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മളൊരു ഒരുപാട് ഡൈവേഴ്സ് കൾച്ചറും ആർട്സ് ഫോംസും ട്രഡീഷൻസും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കൂടും. അതുപോലെ തന്നെയാണ് പിന്നെ ഇവരുടെ സൊസൈറ്റിയൽ വാല്യൂസ് എന്ന് പറയുന്നത്, അതും ഇതേപോലെ തന്നെയാണ് ഫോസ്റ്റർ ചെയ്യുന്നുണ്ട് ക്രിയേറ്റിവിറ്റിയെ. പിന്നെ പിയർ ഇന്ററാക്ഷൻ, കൊളാബറേഷൻ, സ്പാർക്ക് ന്യൂ ഐഡിയാസ്. അതായത് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇടയിൽ ഉണ്ടാവുന്ന പിയർ ഇന്ററാക്ഷൻസ് ഉണ്ട്. അതും ഇതേപോലെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പുതിയ ഐഡിയകളിലേക്ക് സ്പാർക്ക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഐഡിയകൾ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ കുറെ എന്താ പറയുക, സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന എന്താ പറയുക സാമൂഹിക ഇടപെടലിലൂടെയാണ് കുറച്ചും കൂടി ഐഡിയാസ് ഒക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്ക് പറയാനുള്ള ലാസ്റ്റ് ഒരു ഫാക്ടറാണ് ഇന്നേറ്റ് എബിലിറ്റീസ് എന്ന് പറയുന്നത്. ക്യൂരിയോസിറ്റി, ഒറിജിനാലിറ്റി, ഇന്റലിജൻസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ തിങ്കിങ് സ്റ്റൈൽ ആൻഡ് ഇമാജിനേഷൻ. നമുക്കറിയാമോ, ഞാൻ പറഞ്ഞു ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ വെരി യുണീക്ക് ആണ്, ഒതന്റിക് ആണ്. അവരുടെ തിങ്കിങ് സ്റ്റൈലായാലും അവരുടെ എക്സ്പ്രഷൻ സ്റ്റൈലായാലും ഇറ്റ്സ് വെരി യുണീക്ക്, ഇറ്റ്സ് വെരി ഡിഫറെന്റ് ഫ്രം വൺ അനദർ ആണ്. അപ്പം ആ ഒരു കാര്യം ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷൻ, പെർസിസ്റ്റൻസ്, സസ്റ്റെയിൻ ക്രിയേറ്റീവ് എഫേർട്സ്. ഇത്രയാണ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് ഓർ ഇൻഫ്ലുവൻസിങ് ദി ക്രിയേറ്റിവിറ്റി. അടുത്ത ഇതിൽ വരുന്ന ടോപ്പിക് വെച്ചാൽ എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ് ആണ്. അപ്പം എന്തൊക്കെയാണ് ഒരു ക്രിയേറ്റീവ് ചൈൽഡിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ നീഡ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് അത് പറയുന്നതിന് മുമ്പേ നമുക്ക് എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ ബാരിയേഴ്സ് നോക്കാം. അപ്പൊ അതിൽ ആദ്യം എഡ്യൂക്കേഷണൽ ബാരിയേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മുടെ ഈ ക്രിയേറ്റീവ് സ്റ്റുഡൻസിന്റെ ചില സ്വഭാവങ്ങൾ കൊണ്ട് അവർ നമ്മൾ സാധാരണ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും എപ്പോഴും ഒഴിവാക്കപ്പെടുന്നു. അതാണ് ആദ്യം പറയുന്നത്, ഒമിറ്റഡ് ഫ്രം ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർ ദ സം ഓഫ് ദിയർ ട്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവ് സ്റ്റുഡന്റിന് ഒരു ക്ലാസ്സിൽ ടീച്ചർ എപ്പോഴും കൺസിഡർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റർബർ ആയിട്ടാണ്. ആ ക്ലാസ്സിൽ ഒരു ഡിസ്റ്റർബർ ആയിട്ടാണ് ടീച്ചർ എപ്പോഴും കൺസിഡർ ചെയ്യുക. അത് അവരുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വഭാവങ്ങൾ കൊണ്ടാണ്. അവരുടെ പ്രത്യേക സ്വഭാവ ട്രേറ്റ്സ് ആയിട്ടുള്ള നോൺ കൺഫോമിറ്റി, ഡൈവേർജന്റ് തിങ്കിങ്. അതായത് എപ്പോഴും ടീച്ചർക്ക് ഒരു ക്ലാസ്സിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ പിന്നെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ടീച്ചർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ടീച്ചർ അവരെ ഒരു ഡിസ്റ്റർബ് ആയിട്ടാണ് എപ്പോഴും കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ടീച്ചർ ഈ സ്റ്റുഡൻസിനെ പിന്നെ അവരെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർക്ക് ഗൈഡ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ആ ഒരു കാരണം കൊണ്ട് അവരെ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ കൺസിഡർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എപ്പോഴും ഒരു ഡിസ്റ്റർബർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക ക്ലാസ്സിലെ. അതുപോലെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മെമ്മറി പവർ ഒക്കെയാണ്. ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്ത ഒരു രീതിയിലല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ 2008 പബ്ലിഷ് ചെയ്ത ഒരു പേപ്പറിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് സ്റ്റുഡൻസിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും. അങ്ങനെ ആകുമ്പോൾ അവരുടെ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു എബിലിറ്റി എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് കിട്ടിയാൽ മാത്രമേ, ആ ഒരു ഗൈഡൻസ് കിട്ടിയാൽ മാത്രമേ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി
മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുള്ളൂ. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ നീഡ്സ് ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൻ നോക്കാം. അതിലൊന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് അപ്രോച്ച്, അതായത് വ്യക്തിഗത അധ്യയന രീതി. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ക്രിയേറ്റീവ് ചിൽഡ്രൻ എന്ന് പറയുന്നത് യുണീക്ക് ആണ്. അപ്പം ഓരോരോ ക്രിയേറ്റീവ് ചിൽഡ്രനും അല്ലെങ്കിൽ ചൈൽഡും വ്യത്യസ്തമാണ്. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വേണം ലേണിംഗ് മെത്തേഡ്സ്. അപ്പൊ ആ ഒരു ആയിരുന്നാൽ മാത്രമേ അവർക്ക് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ 4 ചുമരുകൾക്കുള്ളിലുള്ള ഒരു സിലബസിനപ്പുറം അവരെ തുറന്ന് അല്ലെ ഒരു പരന്ന റീഡിങ്ങിനും അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയാസിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനും ടീച്ചർ സ്വാതന്ത്ര്യം കൊടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് എൻകറേജ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ഒറിജിനാലിറ്റി. ഇതിൽ നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസുകളാണ് ഡ്രാമ, ആർട്ട്, സ്റ്റോറി ടെല്ലിംഗ്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ ഇമാജിനേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ടീച്ചർ എപ്പോഴും അവരെ ഡിസ്കറേജ് ചെയ്യരുത്. കാരണം അവര് തിങ്ക് ചെയ്യുന്നത് തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും അവർ ചിന്തിക്കുക. അപ്പം അത്തരത്തിലുള്ള ചിന്തകളെ ഡിസ്കറേജ് ചെയ്ത് കഴിഞ്ഞാൽ, ചെറിയ പ്രായത്തിൽ തന്നെ ഡിസ്കറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കുറഞ്ഞു വരും. അപ്പൊ അതും ടീച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ അടുത്തൊരു പോയിന്റ് ആണ് എൻറിച്ച്ഡ് കരിക്കുലം. ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉയർന്ന നിലവാരത്തിലുള്ള ലേണിംഗ് മെറ്റീരിയൽസ് അവർക്ക് നൽകുക, അതുപോലെ കുറച്ച് ടാസ്കുകൾ കൊടുക്കുക, അവർ തന്നെ ക്രിയേറ്റീവായി ചിന്തിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടാസ്കുകൾ കൊടുക്കുക, അതുപോലെ റിസർച്ച് ചെയ്യാനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. നമ്മൾ പഠിക്കുന്ന ആ ഒരു കരിക്കുലം അല്ലെ, നമ്മൾ ഫോളോ ചെയ്യുന്ന കരിക്കുലം എന്ന് പറയുന്നത് ലേണിങ്ങിന് പുറത്തേക്ക് പോകണം അവരുടെ ചിന്താഗതി. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ലേണിംഗ്. ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഓരോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചൈൽഡും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ യുണീക്ക് ആണ്. ഓക്കെ, അവരുടെ വേ ഓഫ് തിങ്കിങ് യുണീക്ക് ആണ്, ഡിഫറെന്റ് ഫ്രം അതേഴ്സ് ആണ്, അവരുടെ എക്സ്പ്രഷൻ സ്റ്റൈൽ ഡിഫറെന്റ് ആണ്, ഓരോരാളും വ്യത്യസ്തരാണ്. അപ്പൊ ഇതിലൂടെ പറയുന്നത് വെച്ചാല് ഓരോ കുട്ടിക്കും ഓരോ കുട്ടിയിലും ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ് അത് വ്യത്യസ്തമാണ്. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യണം, ആ ഒരു രീതിയിൽ ടോപ്പിക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അനുവദിക്കണം. അപ്പം ടീച്ചർ എന്ത് ചെയ്യരുത്, ഫോഴ്സ് ചെയ്തിട്ട് ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് ഒരു കാര്യം. അപ്പൊ അവർക്ക് അവരുടേതായ രീതിയിൽ അവരുടെ മേഖലയിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഒരു ടോപ്പിക്കിൽ. അപ്പൊ ആ ഒരു മേഖലയിൽ അവരെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വിടണം. ആ ഒരു ഫ്രീഡം അവർക്ക് നൽകണം. അതുപോലെ തന്നെയാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ ലേണിംഗ്. അതായത് അതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവർക്ക് അവരുടേതായ വേ ഓഫ് എക്സ്പ്രഷൻ സ്റ്റൈൽ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫ്രീഡം അവർക്ക് നൽകുക. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. ഇമോഷണൽ സപ്പോർട്ട്, മാനസികമായിട്ടുള്ള സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ട്, ഇതൊക്കെ അവർക്ക് ആവശ്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുട്ടി ഇങ്ങനെ ഒരു കുട്ടി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു, ആ കുട്ടിയെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഓക്കെ, ടീച്ചർക്ക് ആ ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു, ഡിസ്കറേജ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യരുത്. അവർക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ കൊടുത്ത് അവരെ എൻകറേജ് ചെയ്യാണ് വേണ്ടത്, ഡിസ്കറേജ് ചെയ്യരുത് ഇത്തരത്തിലുള്ള കുട്ടികളെ. അതുപോലെ തന്നെ അവരെ മറ്റ് പല ആക്ടിവിറ്റീസിൽ ഇപ്പൊ സോഷ്യലി പിന്നെ നമ്മുടെ സോഷ്യൽ വർക്കിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ ആസ്പെക്ട്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിയർ കൊളാബറേഷൻ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ അവരെന്ത് ചെയ്യുക, അവർ ഇൻവോൾവ് ചെയ്യുക. അപ്പൊ ആ ഒരു രീതിയിൽ അവരെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു കോൺഫിഡൻസും അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അവർക്ക് എൻറിച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അടുത്തൊരു നീഡാണ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. അതായത് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. സയൻസ് ഫെയർസ് ആവട്ടെ, ആർട്ട് എക്സിബിഷൻ ആവട്ടെ, അങ്ങനെ പലതരത്തിലുള്ള റൈറ്റിംഗ് കോമ്പറ്റീഷൻ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ ചൈൽഡും ഡിഫറെന്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല കഴിവ്, അവരുടെ ഇൻട്രസ്റ്റും. അപ്പൊ പല ആൾക്കാർക്കും പല കഴിവായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരുടെ ആ ഒരു സൃഷ്ടിപരമായ കഴിവുകൾ അവർക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവർക്ക് അത് മെച്ചപ്പെടുത്താനും അവരെ കൂടുതൽ സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു നീഡാണ് ഗൈഡൻസ് ആൻഡ് മെന്റർഷിപ്പ്. ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ചിൽഡ്രൻസിന് നമ്മുടെ സ്കൂളുകളിൽ നിന്നും ടീച്ചേഴ്സിന്റെ ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്കൊക്കെ ഈ ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ടാലന്റ് അല്ലെ, അവർക്ക് അത് അവരുടെ ആ കഴിവുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്.
അടുത്ത നമുക്ക് പറയാനുള്ള ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ദ റോൾ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ഫോർ ക്രിയേറ്റീവ് ചൈൽഡ്. ഇതിൽ നമുക്ക് ഇനി കുറച്ച് പോയിന്റ്സ് ആണ് പറയാനുള്ളത്. അപ്പൊ അതിൽ പറയുന്ന ഫ്രീഡം ഓഫ് ആക്ടിവിറ്റീസ് എന്നാണ്. അതായത് അവർക്ക് പ്രവർത്തിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അത് അധ്യാപകരാകട്ടെ നമ്മുടെ വീടുകളിൽ നിന്നാവട്ടെ അത് കൊടുക്കണം. അതുപോലെ അടുത്തൊരു പോയിന്റ് ആണ് എൻകറേജ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ. അവരെ ഏതൊരു ചെറിയ കാര്യത്തിന് അവരെ എൻകറേജ് ചെയ്യുക, അവരെ അതിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അതായത് എന്തൊരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ഡൈവേർജൻ ആയിട്ട് തിങ്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അൺയൂഷ്വൽ ആയിട്ടുള്ള ഐഡിയാസ് അവർക്ക് വരും. അപ്പൊ അങ്ങനത്തെ ഐഡിയാസ് വരുമ്പോൾ അവരെ ഡിസ്കറേജ് ചെയ്യരുത്, അവരെ എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അടുത്തത് പറഞ്ഞത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസും കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി അവർക്ക് വളർത്തി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മോർ കോൺസെപ്റ്റ് അറ്റ് എ ടൈം. അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു സമയത്ത് അവരെ കൊണ്ട് പരിശീലിപ്പിക്കുക. പിന്നെ പ്രൊവൈഡ് റെഫറൻസ് മെറ്റീരിയൽസ് ആൻഡ് ബുക്സ് ഫോർ എക്സ്ട്രാ റീഡിങ്. പറഞ്ഞ പോലെ തന്നെ അവരുടെ പാഠ്യപദ്ധതിക്ക് പുറമെ അവർക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യുക, കരിക്കുലം, എൻറിച്ച്ഡ് കരിക്കുലം എന്ന് പറഞ്ഞ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള അവരുടെ സിലബസിന് പുറത്ത് കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഗിവ് ക്രിയേറ്റീവ് പ്രൊജക്ട്സ്. അവരുടെ പ്രൊജക്ടുകളൊക്കെ ചെയ്യാൻ, റിസർച്ച് ഇന്നോവേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ വേരിയസ് കോമ്പറ്റീഷൻ. പല കോമ്പറ്റീഷനുകളിൽ അവരെ ഉൾപ്പെടുത്തുക. ടീച്ചിങ് മെത്തഡോളജി യൂസ് ഇൻട്രസ്റ്റിംഗ്. ടീച്ചർ ഷുഡ് റെസ്പെക്ട് ദ അനാച്ചുറൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ആൻസേഴ്സ് ഓഫ് സ്റ്റുഡന്റ്. പറഞ്ഞ പോലെ തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഐഡിയാസും ആൻസേഴ്സ് ഒക്കെ വരും. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യുക, ടീച്ചർ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, അതിനെ ഡിസ്കറേജ് ചെയ്യാതിരിക്കുക. പിന്നെ ചിൽഡ്രൻ ഷുഡ് ബി എൻകറേജ്ഡ് സോ ദാറ്റ് ദേ ഡു നോട്ട് ഫിയർ എക്സാംസ്. അവരെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷകളൊക്കെ അവർക്ക് ആ ഒരു പേടിയിൽ നിന്ന് ആ ഒരു പേടിയിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ വേണ്ടി പറ്റും. പിന്നെ പറയാനുള്ള പോയിന്റ്, ചിൽഡ്രൻ ഷുഡ് ബി എൻകറേജ് ടു പാർട്ടിസിപ്പേറ്റ് ഡിബേറ്റ്സ്. അല്ലെ, ഒരുപാട് ഡിബേറ്റ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നും വിട്ടു നിൽക്കാതെ അതിലൊക്കെ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, അതിൽ നിന്ന് എൻകറേജ് ആവും. പിന്നെ ചിൽഡ്രൻ ഷുഡ് ബി പ്രൊവൈഡ് വിത്ത് എഫക്റ്റീവ് ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞു. എഫക്റ്റീവ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രോപ്പർ ക്രിയേറ്റിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ചിൽഡ്രൻ ഷുഡ് ബി ഹെൽപ്ഡ് ടു ബിയർ പ്രോബ്ലംസ്. അവർക്ക് പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാൻ വേണ്ടി പറ്റും. ചിൽഡ്രൻ ഷുഡ് ബി ഗിവൺ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ. ചിൽഡ്രൻ ഷുഡ് ബി എൻകറേജ്ഡ് ഫോർ സെൽഫ് ഇവാലുവേഷൻ. അവർക്ക് അവരെ തന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ തെറ്റുകളും ശരികളും മനസ്സിലാക്കി അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇവാലുവേഷൻ ഷുഡ് ബി കമ്പൈൻഡ് വിത്ത് കോസ് ആൻഡ് റിസൾട്ട്സ്. അവർക്ക് അതിന്റെ കാരണങ്ങളും അതിനുണ്ടാക്കിയിരിക്കുന്ന കോസും അവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ചൈൽഡിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ടെസ്റ്റിംഗ് ഡിവൈസസ് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ചൈൽഡിനെ ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ നോൺ ടെസ്റ്റിംഗ് ആയിട്ടുള്ള രീതികൾ ഉപയോഗിച്ചും ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ടീച്ചർക്ക് ഒരു ക്രിയേറ്റീവ് ചൈൽഡിനെ ഒബ്സർവേഷനിലൂടെ, ഇന്റർവ്യൂവിലൂടെ, അതുപോലെ റേറ്റിംഗ് സ്കെയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രിയേറ്റീവ് ചൈൽഡ് ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ടെസ്റ്റിങ്ങിലൂടെ ആണെങ്കിൽ രണ്ട് തരത്തിലുള്ള ടെസ്റ്റ് ആണ്. ഒന്ന് മിൻസോട്ട ടെസ്റ്റ് ഫോർ ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് വെല്ലാജ് ആൻഡ് കോഗൻ ക്രിയേറ്റിവിറ്റി ഇൻസ്ട്രുമെന്റ്സ്. അതിൽ ആദ്യത്തെ മിൻസോട്ട ടെസ്റ്റ് ഫോർ ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ അത് ഡെവലപ്പ് ചെയ്തത് പോൾ ടോറൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിന് പിന്നീട് ടോറൻസ് ടെസ്റ്റ് ഫോർ ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്, സ്റ്റുഡന്റിന്റെ ക്രിയേറ്റീവ് തിങ്കിങ് എബിലിറ്റി ആണ് അതിലൂടെ മനസ്സിലാക്കുന്നത്. അതിൽ വെർബൽ ടാസ്ക് ഉണ്ട്, ഫിഗറൽ ടാസ്ക് ഉണ്ട്. ഇത്തരത്തിലുള്ള ടാസ്കുകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൂടെ മെഷർ ചെയ്യുന്ന കാര്യങ്ങൾ ഫ്ലുവൻസി മെഷർ ചെയ്യുന്നുണ്ട്, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഇലാബറേഷൻ, ഇതൊക്കെ മെഷർ ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ക്രിയേറ്റീവ് ചൈൽഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, മിൻസോട്ട ടെസ്റ്റ് വഴി നമ്മൾ ക്രിയേറ്റീവ് ചൈൽഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അടുത്തൊരു ടെസ്റ്റിംഗ് മെത്തേഡാണ് വെല്ലാജ് ആൻഡ് കോഗൻ ക്രിയേറ്റിവിറ്റി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇത് വെല്ലാജ് ആൻഡ് കോഗൻ തന്നെയാണ് ഇത് 1965 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഡൈവേർജന്റ് ആയിട്ടുള്ള തിങ്കിങ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡിഫറെന്റ് സൊല്യൂഷൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെയാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇതിൽ കുറച്ച് ടാസ്കുകൾ തന്നെയാണ് ഇതിലും കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ മെഷർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലുവൻസി മെഷർ ചെയ്യുന്നുണ്ട്, യുണീക്നെസ് ഉദ്ദേശിക്കുന്നത് ഒറിജിനാലിറ്റി ആണ്, പിന്നെ ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ മെഷർ ചെയ്തിട്ടാണ് നമുക്ക് ക്രിയേറ്റീവ് ചൈൽഡ് ആണെന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് മെത്തേഡാണ് ടെസ്റ്റിംഗ് മെത്തേഡായിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രിയേറ്റിവിറ്റി, കുട്ടിയിലുള്ള ക്രിയേറ്റിവിറ്റി നമുക്ക് ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അടുത്ത് നോക്കാനുള്ളത്. സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത് ഇലാബറേഷൻ. ഇലാബറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, ഇലാബറേറ്റ് ചെയ്യുക എന്നാണ്, കൂടുതൽ വിശദീകരിക്കുക എന്നാണ്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നാണ്.
അപ്പൊ ഒരു ചെറിയ കാര്യം തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഇമാജിനേഷനും നമ്മുടെ റീസണിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇമാജിനേഷനും റീസണിംഗ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്? റീസണിങ്, തിങ്കിങ് എബിലിറ്റി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇതൊക്കെയാണ് അതിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഡിങ് മോർ ഡീറ്റെയിൽസ് ഫോർ എ സിമ്പിൾ ഐഡിയ ഓർ മേക്കിംഗ് എ സിമ്പിൾ ഐഡിയ ഇൻ ടു എ ഡീറ്റെയിൽഡ് ആൻഡ് റിച്ച് ഐഡിയ. ഇതാണ് അതിലൂടെ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എലാബറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം: എക്സ്പാൻഡിങ് ഐഡിയാസ് വിത്ത് ഡീറ്റെയിൽസ്, ഇമാജിനേഷൻ ആൻഡ് റീസണിങ്. അടുത്തൊരു സ്ട്രാറ്റജിയാണ് 1957 ഓസ്ബോൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് തിങ്കിങ് ടെക്നിക്കാണ്. ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻകറേജിങ് ഫ്രീ ഫ്ലോ ഓഫ് ഐഡിയ വിത്തൗട്ട് ജഡ്ജ്മെന്റ് ഓർ ക്രിറ്റിസിസം എന്നാണ് പറയുന്നത്. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ചിന്തിക്കുന്നു. അതിൽ ഏതെങ്കിലും ഒരു ആശയത്തെ വിലയിരുത്തുകയോ വിമർശിക്കുകയോ ചെയ്യാതെ എല്ലാവരും അവരുടെ ചിന്തകൾ തുറന്നു പറയുന്നു. ആ ഒരു ഫ്രീഡം അതിൽ കൊടുക്കുന്നു. അപ്പോൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡൈവേർജന്റ് തിങ്കിങ്, അതേപോലെ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ഗ്രൂപ്പ് അംഗങ്ങൾ പരസ്പരം ആശയങ്ങൾ വികസിപ്പിക്കുകയും പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താൻ വേണ്ടി അവർക്ക് ശ്രമിക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ നമുക്ക് അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കാനുള്ള മാർഗങ്ങൾ പറയുന്നു. അതിനെ കൊടുത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പല പല ആശയങ്ങൾ എഴുതും. സ്റ്റീൽ ബോട്ടിൽ ഉപയോഗിക്കുക, പേപ്പർ ബാഗുകൾ ഉണ്ടാക്കുക, ക്യാമ്പയിൻ നടത്തുക. അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഒരു എന്താണ് പറയുന്നത്, ഒരു ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ എഴുതും. അപ്പൊ അതുപോലെ ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല, ആരെയും വിമർശിക്കുന്നില്ല. എല്ലാ പറഞ്ഞ ആശയങ്ങളും മുൻനിർത്തി അവരെന്ത് ചെയ്യുന്നു, അവർ മുന്നോട്ട് വെക്കുന്നു. അവരവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിക്കാതെ സ്വതന്ത്രമായ ആശയങ്ങൾ പങ്കിടുന്ന സൃഷ്ടിപരമായ ഒരു ചിന്താ രീതിയാണ് യഥാർത്ഥത്തിൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു സ്ട്രാറ്റജിയാണ് വ്യത്യസ്ത ഘടകങ്ങളെ ഒരുമിച്ച് ചേർക്കുക, ഫിറ്റിംഗ് ടുഗദർ ഡൈവേഴ്സ് എലമെന്റ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച ഒരു സ്ട്രാറ്റജിയാണ് 1961 ഗോർഡൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സിനറ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് മെത്തേഡാണ്. അതിൽ അനലോഗീസ്, മെറ്റഫേഴ്സ്, ഫാന്റസി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ ഐഡിയാസ് ട്രിഗർ ചെയ്യുന്നു. സിനറ്റിക്സ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിലൂടെ നമുക്ക് അന്യമായിട്ടുള്ള, അതായത് നമുക്ക് പരിചിതമല്ലാത്ത വസ്തുക്കളെ, ആശയങ്ങളൊക്കെ പരിചിതമാക്കുക. അതുപോലെ പരിചിതമായിട്ടുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അന്യമായിട്ടുള്ള നമുക്ക് അറിയാത്ത രീതിയിൽ കാണുക. അതാണ് ഇതിൽ പറയുന്നത് മേക്കിംഗ് സ്ട്രേഞ്ച് ഫെമിലിയർ ആൻഡ് ഫെമിലിയർ സ്ട്രേഞ്ച് ആയിട്ട്. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അതുപോലെ ഇതിൽ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തീരെ ബന്ധമില്ലാത്ത, അതായത് അൺറിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസിന്റെ അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. അതിലൂടെ പുതിയ സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ സിനറ്റിക്സിൽ കൂടുതൽ എംഫസിസ് ചെയ്യുന്നത് അനലോജിക്കൽ റീസണിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, സിനറ്റിക്സ് കുറച്ചും കൂടി സ്ട്രക്ചർഡ് ആണ്, ബ്രെയിൻ സ്റ്റോമിനേക്കാളും കുറച്ചും കൂടി സ്ട്രക്ചർഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സിനറ്റിക്സിൽ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ഐഡിയ ആയാലും അത് ശരിയാണോ തെറ്റാണോ, അത് എത്ര തെറ്റായിക്കോട്ടെ എങ്കിലും എന്ത് ചെയ്യുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു സിനറ്റിക്സിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് റിഫൈൻ ചെയ്യുന്നു. അതാണ് സിനറ്റിക്സിലുള്ള പ്രത്യേകത. നമുക്ക് ഇതിലെ സിനറ്റിക്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലൂടെ ശരിക്കും യഥാർത്ഥത്തിൽ ഇമാജിനേഷനും ഇന്നോവേറ്റിംഗ് തിങ്കിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വളർത്താൻ വേണ്ടി പറ്റും. അതായത് ആ ഒരു ചൈൽഡിന്റെ ഇമാജിനേഷൻ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഇമാജിനേഷൻ, ഇന്നോവേറ്റീവ് തിങ്കിങ് ഒക്കെ നമുക്ക് ഇതിലൂടെ, ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കുറച്ചും കൂടി മറ്റ് മെത്തേഡിനെക്കാളും, അല്ലെങ്കിൽ മറ്റ് ബ്രെയിൻ സ്റ്റോമിംഗ് ആയിക്കോട്ടെ, ഇനി അത് എലാബറേഷൻ ആയിക്കോട്ടെ, കുറച്ചും കൂടി എന്താണ്, കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആണ്, കുറച്ചും കൂടി മോർ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൂടിയാണ് ഈ പറയുന്ന സിനറ്റിക്സ് എന്ന് പറയുന്ന മെത്തേഡ്. ഇനി അറ്റ് ലാസ്റ്റ് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രിയേറ്റീവ് ചിൽഡ്രൻ ആർ എക്സെപ്ഷൻ ബിക്കോസ് ദേ തിങ്ക് ഡിഫറെന്റ്ലി, ഇമാജിൻ ഡീപ്ലി ആൻഡ് ക്രിയേറ്റ് യൂണിക്കലി. ഞാൻ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് അവര് ഓരോരോ ആൾക്കാർ യുണീക്കാണ്, അവർ ചിന്തിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്, അവരുടെ ഇമാജിനേഷൻ, അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്. പിന്നെ പറയുന്നത് ദേ നീഡ് ലവ്, ഫ്രീഡം ആൻഡ് എൻകറേജ്മെന്റ് ടു എക്സ്പ്രസ് ദിയർ ഐഡിയാസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഒരു ഫ്രീഡം ആണ്, ആ ഒരു ഫ്രീഡം, ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവർക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു അവരുടേതായിട്ടുള്ള വേ ഓഫ് സ്റ്റൈൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.
ആ ഒരു ഫ്രീഡം അവർക്ക് കൊടുത്താൽ മാത്രമേ അവർക്കത് ആ ഒരു അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ആ ഒരു മേഖലയിൽ അവർക്ക് ക്രിയേറ്റീവായിട്ട് ഇടപെടാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ പറഞ്ഞൊരു പോയിന്റ്, ഇത് പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദേ ക്യാൻ ബിക്കം ദി ഇന്നോവേറ്റേഴ്സ് ആൻഡ് വിഷണറീസ് ഓഫ് ദ ഫ്യൂച്ചർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസും ആ ഒരു മെന്ററിങ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതൊരു പ്രോപ്പർ വേയിൽ തന്നെ പോകും. അല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ക്രിയേറ്റിവിറ്റി ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരും. ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് അവർക്ക് എപ്പോഴും, അത് പാരന്റിങ്ങിലായാലും അത് സ്കൂളിലായാലും ടീച്ചേഴ്സ് കൊടുക്കേണ്ട ഒരു പ്രോപ്പർ ഗൈഡൻസും, അത് ടീച്ചേഴ്സ് എന്നില്ല, അത് പിന്നെ ഒരു എന്താ പറയുക എക്സ്പേർട്സ് ആയാലും ആ ഒരു പ്രോപ്പർ ഗൈഡൻസും ഒരു എന്താ പറയേണ്ടത് അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ആ ഒരു മെന്ററിങ് അവർക്ക് കൊടുക്കണം. അതിന് അടുത്ത പോയിന്റിൽ പറയുന്നത് essential for parents, teachers and society to recognize and nurture their talents through open-ended learning opportunities, emotional support and appreciation of their individuality. അതായത് ഈ ടീച്ചേഴ്സ്, പാരന്റ്സ് ആരാക്കിയായാലും സൊസൈറ്റിയിൽ നിന്നായാലും അവരുടെ എന്ത് ചെയ്യണം, അവരെ റെക്കഗ്നൈസ് ചെയ്ത് അവരുടെ ടാലൻസ് മനസ്സിലാക്കിയത് ചെറിയ കഴിവായാലും അവരുടെ, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, അവരുടെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും, ആൻസേഴ്സുകളായിരിക്കും, അവർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന പോലെയല്ല, അവർ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതി നമ്മൾ അവരുടെ അടിച്ചമർത്താതെ അവർ പറയുന്ന ആ രീതി നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്തിട്ട് അവരെ എൻകറേജ് ചെയ്യുക, അവരെ ഡിസ്കറേജ് ചെയ്യാതെ അവരെ എൻകറേജ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്ത് നർച്ചർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ മെയിനായി പറഞ്ഞ മറ്റൊരു കാര്യമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മുടെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ പറയുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ, ആ ഒരു ക്രിയേറ്റീവ് ചൈൽഡിനെ അവർ എന്ത് ചെയ്യുന്നു, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും ഒമിറ്റ് ചെയ്ത് നിർത്തുന്നു, അവോയ്ഡ് ചെയ്ത് നിർത്തുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ട്രേറ്റ് കൊണ്ടാണ് അവർ നിർത്തുന്നത്. അപ്പൊ അതാണ് പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ് പിന്നെ നമ്മൾ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള നമ്മളെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യരുത്, ഇങ്ങനെ അവരുടെ ഡിസ്കറേജ് ചെയ്യരുത്, അവരെ ഒമിറ്റ് ചെയ്യരുത്. അത് അവരുടെ ട്രേറ്റ് ആണ്, അത് റെസ്പെക്ട് ചെയ്യുക. അതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറേണ്ടത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ മെമ്മറി പവറും അതേപോലെ നമ്മുടെ കാൽക്കുലേഷൻ എബിലിറ്റീസ് ഇങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് ഇങ്ങനെയുള്ള കുട്ടികളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള അവരുടെ ഐഡിയാസ് ഒക്കെ റെസ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റോബിൻസൺ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ നോട്ട് പ്രിപ്പയർഡ് ടു ബി റോങ് യു വിൽ നെവർ കം അപ്പ് വിത്ത് എനിത്തിങ് ഒറിജിനൽ. അതായത് നിങ്ങൾ തെറ്റാൻ തയ്യാറില്ലെങ്കിൽ യഥാർത്ഥമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല. അതാണ് റോബിൻസൺ പറഞ്ഞത്. അതായത് എപ്പോഴും എന്ത് ചെയ്യുക, ടു ബി ക്രിയേറ്റീവ് ആവണമെങ്കിൽ യു മസ്റ്റ് ബി വില്ലിംഗ് ടു മേക്ക് റിസ്ക്. ഓക്കെ, ആ റിസ്ക് എടുക്കാനും ആ ഒരു മേക്ക് മിസ്റ്റേക്സ്, ഓക്കെ, മിസ്റ്റേക്സുകൾ പറ്റിയാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ക്രിയേറ്റീവ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യം പഠിക്കുന്നത്. ഒരു തെറ്റ് പറ്റിയാലാണ് നമ്മൾ അടുത്ത കാര്യം പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് റോബിൻസണിലൂടെ അത് പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് ലാസ്റ്റ് പറഞ്ഞത്, എഡ്യൂക്കേഷൻ ഫോർ ക്രിയേറ്റീവ് ചൈൽഡ് ചിൽഡ്രൻ ഫോക്കസ് ഓൺ ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്ലോറേഷൻ, എക്സ്പെരിമെന്റേഷൻ rather than റോട്ട് ലേണിംഗ്. ഓക്കെ, ഇത്തരത്തിലുള്ള അവരുടെ തോട്ട്, എക്സ്പ്ലോറേഷൻ, എക്സ്പെരിമെന്റേഷൻ ഒക്കെ എന്ത് ചെയ്യുക, ആ ഒരു ഫ്രീഡം ഒക്കെ അവർക്ക് കൊടുക്കുക, ആ ഫോക്കസ് ചെയ്യുക. നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ ഫോക്കസ് ചെയ്യുക. എൻകറേജിങ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ത്രൂ ആർട്ട്, മ്യൂസിക്, സയൻസ്, ലിറ്ററേച്ചർ. അതുപോലെ നമ്മൾ സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുക, കൂടുതൽ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച ആക്ടിവിറ്റിയിലൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അവരുടേതായ മേഖല അവർ കണ്ടെത്തിയിട്ട് ആ ഒരു മേഖലയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്തിട്ട് അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി, ആ ഒരു ഇന്റലക്ച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. അത് എന്ത് ചെയ്യുക, സോഷ്യലി, ഇമോഷണലി ഒക്കെ, ഇന്റലക്ച്വലി ഏത് രീതിയിലും നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു കഴിവിനെ നമ്മൾ വളർത്തി മുന്നോട്ട് കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ക്രിയേറ്റീവ് ചിൽഡ്രൻസിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക. നമ്മുടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ചൈൽഡ് നമ്മൾ മാറ്റി നിർത്തരുത്. അത് എവിടെയായാലും, ക്ലാസ്സിലാവട്ടെ, നമ്മുടെ വീടുകളിലാകട്ടെ, നമ്മുടെ സൊസൈറ്റിയിലാവട്ടെ, എവിടെ ആയാലും നമ്മൾ മാറ്റി നിർത്തരുത്. അത്തരത്തിലുള്ള ചിൽഡ്രനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കി അവർക്ക് പ്രോപ്പർ മെന്ററിങ്ങും ഗൈഡൻസും ഒക്കെ കൊടുത്തിട്ട് ഒരു എന്താ പറയേണ്ടത്, ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു എന്താ പറയേണ്ടത് ഒരു ചൈൽഡാക്കി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു കുട്ടിയെ മാറ്റിയെടുക്കുക. ഇതാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. So that's all about the creative child. Thank you.